പരിശുദ്ധമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുക. ചില കാര്യങ്ങൾ എനിക്ക് ഹൃദയത്തിൽ ഒതുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞു കഴിയുമ്പോഴേക്കും 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയാണ്, ഒന്നും ഉറക്കം വരില്ല. എന്തെങ്കിലും പൊടിപ്പോ തെങ്ങലോ കിട്ടുമ്പോഴേക്കും സത്യമാണെന്ന് പോലും അറിയാതെ കെട്ടിലടി കേട്ടോ, നമ്മളിങ്ങനെയാണ്. അപ്പോഴേക്കും ഒരു ഫോൺ വിളിക്കുന്നു, അപ്പോഴേക്കും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളീ പറയുന്നതൊക്കെ സത്യമാണോ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ ഒന്ന് ഹൃദയത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ, ഒന്ന് സംഹരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധമ്മയുടെ വലിയൊരു ഭാവം അത് ഹൃദയത്തിൽ സംഹരിച്ചു. ഇത്രയൊക്കെ വേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങളിലൊക്കെ അമ്മ ഓടി നടന്ന് അയൽവക്ക വീടുകളിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും പറഞ്ഞു നടക്കുകയല്ല ചെയ്തത്. അമ്മ മകനോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് അറിയൊരു കാര്യം, ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത്. അങ്ങനെ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്ന ചിന്തിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കത് പറ്റാറില്ല. 4 പേര് അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കാര്യം, ഞാൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമം, അന്ന് നമുക്കൊരു ഉറക്കമുണ്ടാകില്ല. ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഭർത്താവിനെ കുറിച്ചുള്ളതാകാം, ഭാര്യയെക്കുറിച്ചുള്ളതാകാം. മറ്റുള്ളവരുടെ അരികിൽ ചെന്ന് നമ്മുടെ ഭർത്താവിൻ്റെ കുറവുകൾ പറഞ്ഞ് അവർ ചിരിക്കാൻ നമ്മളെന്തിനെ വിഷയിട്ട് കൊടുക്കണേ? നമ്മുടെ ഭാര്യയുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞ് അവർ ചിരിക്കാൻ നമ്മളെന്തിനാ വിഷയിട്ട് കൊടുക്കണേ? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കുറവുകൾ അയൽവക്ക സരികിൽ പോയി പറഞ്ഞ് നമ്മളെന്തിനെ ചിരിപ്പിക്കണേ? നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൽ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം ഇടപെടുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.